കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. സ്നേഹത്തോടെ ഹൃദയലോർത്തുകൊണ്ട് ഹൃദയം തുറന്ന് ആലപിക്കാം. ആരാധിച്ചിടുന്നു കൃപാസനം പ്രതിഷ്ഠീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം.
അമേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് ആരാധന കൂടാൻ പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ആരാധന നടത്തുവാനായി കടന്നു വരുന്ന ജോസഫച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ കൃപ ഈ ധ്യാനത്തിന്റെ ഉടനീളം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ഏറ്റു പ്രാർത്ഥിക്കാം. അമേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമ്മയ്ക്ക് ഇന്നേ ദിനത്തെ പൂർണ്ണമായും ഏൽപ്പിക്കുന്നു. അമ്മയുടെ ശക്തി ധ്യാനത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ. അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായ നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോട് ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ആരാധിച്ചിടുന്നു നമിക്കുന്നു, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും എല്ലാവരും ഉടമ്പടിയിലെ നിയോഗങ്ങളെയും ലൈറ്റ് ക്യാനൽ പ്രറിക്വസ്റ്റുള്ളവർ അതിലെ നിയോഗങ്ങളെയും ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവർ അതിലെ നിയോഗങ്ങളെയും അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്നവർ നിങ്ങളുടെ ജീവിത നിയോഗങ്ങളെ എല്ലാം ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ വിഷമതകളെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ത്രിയേക ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ സമയം മൗനമായി പ്രാർത്ഥിക്കുക.
ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവേ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളുടെ മേല് ടെലിവിഷൻ ചാനലിലൂടെ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര് ഈശോയെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കരങ്ങളുയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഉപവാസ ഉടമ്പടി ധ്യാനത്തില് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഈശോയെ സ്പർശിക്കണമേ. കർത്താവായ ദൈവമേ, ഓൺലൈനിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ, ടെലിവിഷൻ ചാനലിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവരെ, കർത്താവെ ഉടമ്പടി എടുത്തിട്ട് മക്കള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ 6 നിയോഗങ്ങളില് ഈശോയെ കാനായിരുന്ന പോലെ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 21:13. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ നിങ്ങൾ കൊണ്ടു ചെല്ലപ്പെടാം. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിക്കാനും പ്രാർത്ഥിക്കാനും അവിശ്വാസികളുടെ കൂടെ നമ്മൾ താമസിക്കുമ്പോൾ ഹോട്ടലുകൾ, ലോഡ്ജുകൾ, ഹോസ്റ്റലുകൾ, അവിടെയെല്ലാം നിനക്ക് ചിലപ്പോൾ തിരികെത്തിക്കാനോ ജവമാല ചെല്ലാൻ പോലും പറ്റത്തില്ല. കാര്യം മാതാവിൽ വിശ്വസിക്കാത്ത പാർട്ടിയായിരിക്കും റൂംമേറ്റ്, മാതാവിൽ വിശ്വസിക്കാത്ത ആളായിരിക്കും റൂംമേറ്റ്. ഇപ്പോൾ ജവമാല ചെല്ലുമ്പോൾ നിന്നെ അവർ മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കും, പിശാചിൻ്റെ വേഷം കെട്ടിക്കൊണ്ട്. അപ്പോൾ എന്താ പറയണത്? അങ്ങനെയുള്ള ഞെരുക്കങ്ങളിലൂടെ അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയമായിരിക്കും. സാക്ഷ്യം എങ്ങനെ വഹിക്കണം? അയാളെ തോന്നിവാസം പറഞ്ഞു, ആ വ്യക്തിയെ തോന്നിവാസം പറഞ്ഞു, അല്ലെങ്കിൽ സങ്കടപ്പെട്ടു അല്ല, സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വയ്ക്കുക. അതാണ് സന്തോഷം. ആ യുവ സന്തോഷത്തോടെ പോയി. 13:14-44 എന്താ വായിച്ചത്? മത്തായിയുടെ സുവിശേഷം. അവൻ സന്തോഷത്തോടെ പോയി. ക്രിസ്തുവിനെ കണ്ടെത്തുന്ന, ഡിഗ് ചെയ്യുന്ന സമയമാണ്. കുഴിച്ചെടുക്കുന്ന സമയം അത്ര നല്ല സമയമല്ല, കഷ്ടപ്പാടിൻ്റെ ഒരു സമയമാണ്. കർത്താവിനെ കുഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ നേടാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നീട് പുറത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നാം. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും പല വ്യക്തികളുടെ മുമ്പിൽ, പല കൂട്ടുകാരുടെ മുമ്പിൽ, ചിലപ്പോൾ ജീവിത പങ്കാളികളുടെ മുമ്പിൽ, റൂംമേറ്റ്സിൻ്റെ മുമ്പിൽ ചിലപ്പോൾ നിനക്ക് വിശ്വാസം പ്രഖ്യാപിക്കേണ്ട സമയമാകുമ്പോൾ നീ 13 ഓർക്കണം. 21:13 ലൂക്കാ സുവിശേഷം എന്താണ്? നിങ്ങൾക്കത് സാക്ഷ്യം വഹിക്കാനുള്ള സമയമാവും.
തോമസ് മോർ ഈ ദിവസങ്ങളിൽ പറഞ്ഞതെന്താ ഞാൻ ഓർക്കിയിരുന്നു. തോമസ് മോറിൻ്റെ കർത്താവിൻ്റെ വചനത്തോടും സഭയുടെ പഠനങ്ങളോടും ചേർന്ന മനുഷ്യനാണ് തോമസ് മോർ, വിശുദ്ധ തോമസ് മോർ. അയാൾ ജയിലിൽ പിടിച്ചിട്ടു. അപ്പോൾ രാജാവ് അയാൾക്ക് കുറേ ഓഫറിങ് കൊടുക്കുക. അപ്പോഴേ എല്ലാം ഓഫർ കൊടുത്തത്, അത് നിനക്ക് ചാൻസലറാണ്, നിനക്ക് അതിന് നിനക്ക് ഉദ്യോഗക്കയറ്റം കിട്ടാം, പിന്നെ ശമ്പളം വർദ്ധിപ്പിക്കാം, കുറേ ഓഫർ കൊടുത്ത്. അപ്പോൾ രാജാവിനോട് പറഞ്ഞ് ഏറ്റവും വലിയ ഓഫർ ക്രിസ്തുവാണ്. എന്താണ് കാര്യമുണ്ട്. അതിനുശേഷം വൈഫ് വരും. വൈഫ് എന്ന് വെച്ചാൽ പറയും, നമ്മുടെ മകൾ കൊച്ചുറാണിയെ ഓർത്തെങ്കിലും നിങ്ങളിത് രാജാവ് പറഞ്ഞ സമ്മതിക്കണ്ടേ. അപ്പോഴിവിടെ തോമസ് മോർ പറയും, ജയിലിൽ വെച്ചാൽ നടക്കണം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരമാണ്, സമ്മതിക്കാം. ഓ ദൈവമേ നന്ദി. അപ്പോൾ തോമസ് മോർ ചോദിക്കും, സമ്മതിക്കാം, പക്ഷേ എത്ര കൊല്ലം നമുക്ക് തമ്മിൽ ജീവിക്കാൻ പറ്റും? അപ്പോൾ തോമസ് മോറിൻ്റെ വൈഫ് പറയും, 20 കൊല്ലം ജീവിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ തോമസ് മോർ പറയും, എനിക്ക് 20 കൊല്ലം ജീവിച്ചാൽ പോരാ, എനിക്ക് 200, എനിക്ക് നിത്യത വരെ ജീവിക്കണം. അത് തരാൻ രാജാവിന് പറ്റുമോ? അവർ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകും. പെടൽ വെട്ടാൻ വേണ്ടി വരുമ്പോൾ ആരാച്ചാരനോട് പറയും, താടി ഒന്ന് മാറ്റി വെച്ചേക്കണേ, താടി ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാനാ തെറ്റ് ചെയ്തത്. എന്താ പ്രശ്നം? സന്തോഷത്തോടെ കർത്താവിന് ജീവൻ കൊടുക്കുന്ന ഒരു വിശ്വാസിയാണ്. അതെന്താണ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് ഈ ഇംഗ്ലണ്ടിൻ്റെ വൈസ് ചാൻസലർ ഇങ്ങനെ ചെയ്തു. ചാൻസലറാണ് അയാൾ. തൻ്റെ ഉദ്യോഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തേക്കാൾ വലുത് എന്തുകൊണ്ട്? ക്രിസ്തു അതിനേക്കാൾ വലുതായത് കൊണ്ടാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സന്തോഷത്തോടെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ നീ ഒരു ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരിക്കലും വിശ്വാസത്തിൽ നിരക്കാത്ത കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നീ ബാധ്യതയല്ല. നിൻ്റെ അടിസ്ഥാന ബാധ്യത ക്രിസ്തുവിനോട് കൂടിയാണ്. നിൻ്റെ അടിസ്ഥാന ബാധ്യത ഇന്നലെ കണ്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടല്ല നിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയണത്. നിൻ്റെ ഉത്തരവാദിത്വം ആരാണ്? അവന് എത്ര കാലം നിന്റെ കൂടെ ജീവിക്കാൻ പറ്റും? ഇപ്പോഴത്തെ വൈകാരികമായൊരു ആവശ്യം കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു തീരുമാനം എടുത്താൽ ഈ തീരുമാനം വരാൻ പോകുന്ന പാളിച്ചകൾ എന്തുമാത്രമാണ്? നിത്യത വരെ പാടും, നിത്യത വരെ പാടും. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിത്യത എന്ന അർത്ഥം. ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞില്ലേ? ക്രിസ്തു എല്ലാമാണ്. അതുകൊണ്ട് തീരുമാനം എടുത്ത് വലയിൽ അകപ്പെട്ടിരിക്കുന്നവർ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4:20 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? വലകൾ ഉപേക്ഷിക്കണം. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. എന്തിൻ്റെ പേരിൽ? നിധിയാണവൻ. എങ്ങനെ? 13:44. നീ അത് വെറുതെ ഉപേക്ഷിക്കരുത്, സന്തോഷത്തോടെ അത് പ്രാർത്ഥിക്കുക. നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ, അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, എല്ലാ പാപത്തിൻ്റെ ബന്ധങ്ങളെയും കർത്താവെ വെറുത്തുപേക്ഷിക്കാൻ, കർത്താവെ എല്ലാ വലകളെയും ഉപേക്ഷിക്കാൻ, കർത്താവെ നീയാകുന്ന വലിയ നിധി കണ്ടെത്തുവാൻ, കർത്താവെ സന്തോഷത്തോടെ ഉപേക്ഷിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനമായ സന്തോഷം, ആനന്ദം കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപത്തിൻ്റെ തിന്മകളെ, പാപത്തിൻ്റെ കെട്ടുകളെ വെറുത്തുപേക്ഷിക്കാൻ വേണ്ടി, കർത്താവെ പാപത്തിൻ്റെ കെട്ടുകളെ കർത്താവെ വെറുത്തുപേക്ഷിക്കാൻ വേണ്ടി, കർത്താവെ എന്ത് ബന്ധം ഉണ്ടായാലും എന്ത് സ്വന്തമാണെന്ന് പറഞ്ഞാലും ക്രിസ്തുവിന് വേണ്ടി എല്ലാം കുപ്പയായി കരുതാൻ, കർത്താവെ അത് സന്തോഷത്തോടെ കരുതാൻ. 13:44 പ്രാർത്ഥിക്കുന്നു, അത് സന്തോഷത്തോടെ കരുതാൻ, ക്രിസ്തുവിന് വേണ്ടി സന്തോഷത്തോടെ കരുതാൻ കർത്താവെ അഭിഷേകം നൽകണമേ, ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. സ്തുതികട്ടെ, സ്തുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വരണമെങ്കിലോ നിൻ കൃപാരശ്മിയായി ശക്തിയായ അഭിഷേകം പ്രണയബന്ധത്തിലായിരിക്കുന്ന മക്കളുടെ ലൈംഗിക പാപ
പാപങ്ങൾ ചെയ്തതിൽ കുറ്റപ്പെടുത്തുന്നു. ഈശോ സ്പർശിക്കുകയാണ്, വചനത്തിലൂടെ സ്പർശിക്കുകയാണ്. കർത്താവേ, വരങ്ങൾ ഉപേക്ഷിച്ച് ദൈവാത്മാവിൽ ശക്തി പ്രാപിക്കാൻ, കർത്താവിനോട് വിശ്വസ്ത പുലർത്താൻ, ഈശോയോട് ചേർന്ന് ജീവിക്കാൻ, ഉടമ്പടിയിൽ വിശ്വസ്തരാകാൻ മക്കളെ മക്കളെ കാണാൻ പറ്റാതെ വേദനിക്കുന്നവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഉടക്കി മക്കളെ ഭർത്താവ് പിടിച്ചെടുത്തു. ഭാര്യയും ഭർത്താവും തമ്മിൽ ഉടക്കി മക്കളെ ഭാര്യ കൊണ്ടുപോയി. പിന്നെ കേസായി. കുഞ്ഞുങ്ങളെ കാണാൻ പറ്റാത്ത തകർന്ന കുടുംബങ്ങളുടെ കണ്ണുനീര് കർത്താവിന് തിരുസരി സമർപ്പിച്ചുകൊണ്ട് മാതാവേ ഇപ്പോഴിടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളിലെ കേസുകളിലും വക്കാണങ്ങളിലും കർത്താവെ, വനിതാ കമ്മീഷനിലും കർത്താവെ, കുടുംബ കോടതിയിലും കർത്താവെ, അങ്ങനെ മക്കളെ അലഞ്ഞു തിരിയുന്ന കണ്ണീരോടെ ആ വഴികളിലെ കണ്ണീരിന്റെ വഴികളിൽ കർത്താവെ നീ കൂടെ ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ തീരുമാനമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ഒന്നിപ്പിക്കണേ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. എനിക്കു ശിഥിലമായ കുടുംബങ്ങളായിരിക്കുന്നു. റബ്ബർ തോട്ടങ്ങൾ വിൽക്കാനുള്ളവര്, തോട്ടങ്ങൾ, പലതരത്തിലുള്ള തോട്ടങ്ങൾ വിൽക്കാനുള്ളവര്, പുരയിടങ്ങൾ വിൽക്കാനുള്ളവർ, തെങ്ങുംതോപ്പുകൾ വിൽക്കാനുള്ളവർ, 3 സെന്റ് തൊട്ട് മേളിലോട്ട് ഒത്തിരിയേറെ വിൽക്കാനുള്ള പറ്റാതെ അവിടെ കാര്യങ്ങൾ തക്ക സമയത്ത് നടക്കാതിരിക്കുന്നുണ്ട്. കർത്താവെ, 1 പത്രോസ് 5:6 പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കർത്താവെ നീ നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് അങ്ങനെ മക്കൾക്ക് അറിവ് നൽകിയിട്ടുള്ള കർത്താവെ, ഇതുപോലെ ഓരോ സാധനം വിൽക്കാനുള്ളവർ, കടക്കമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നവർ, പൂട്ടിപ്പോയവർ, വാടക കൊടുക്കാനില്ലാതെ കടകൾ പൂട്ടിപ്പോയതിൻ്റെ പേരിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല. ബ്യൂട്ടി പാർലറുകൾ, അതുപോലെ തന്നെ സംഭവിച്ചിട്ടുള്ള കടകൾ, കച്ചവട കേന്ദ്രങ്ങൾ പൂട്ടിപ്പോയവർ ആ തുറക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിക്കുന്ന ജീവന ഉപാധികൾ നഷ്ടപ്പെട്ടവർ ആ തുറക്കുന്നതിന് വേണ്ടി കർത്താവെ അമ്മ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ മക്കളെ. എത്രയോ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. നാട്ടിൽ വലിയ പഠിപ്പ് കിട്ടിയില്ല, അതേസമയം തന്നെ സീനിയർ സിറ്റിസണിനെ സഹായിക്കാനാണ്, ശുശ്രൂഷിക്കാനാണ് ശരി. നാട്ടിൽ വേണ്ട പോലെ പഠിപ്പ് കിട്ടിയില്ല, ജോലി 10-32 വയസ്സായിട്ടും ജോലി ആയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിദേശത്ത് പോയാൽ മാത്രമേ ജോലി കിട്ടി ഒരു ജീവിത പങ്കാളിയെ കിട്ടത്തുള്ളൂ. നാട്ടിൽ ജോലിയില്ല എന്ന ജീവിത പങ്കാളിയെ കിട്ടത്തില്ല. അതുകൊണ്ട് വിഷമിച്ച് നടക്കുന്ന മക്കളുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. കാര്യം അവർക്ക് നാട്ടിൽ 31 വയസ്സാണ് ജീവിത പങ്കാളിയെ കിട്ടിയില്ല, അവർക്ക് ജോലി കിട്ടിയില്ല. അതുകൊണ്ട് അവർ ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകാൻ വേണ്ടി അവരുടെ PR-കൾ, അതുപോലെ അവരുടെ വിസ, അവരുടെ ഏജൻസി, അവരുടെ ഓരോ എക്സാമിനേഷൻസ്, അവരുടെ IELTS, അവരുടെ HAD, അവരുടെ MOH, അവരുടെ OET, അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടി തടസ്സം അവർ നിവൃത്തിയില്ലാത്ത മക്കൾക്ക് പരിശുദ്ധ അമ്മ ഇപ്പോഴും ശക്തി കൊടുക്കട്ടെ. അവർക്ക് കയറിപ്പോകാനുള്ള എല്ലാ തടസ്സങ്ങളെയും, എല്ലാ നിയമമായ തടസ്സങ്ങളെയും, രാജ്യങ്ങളുടെ നിയമ തടസ്സങ്ങളെ യേശുവിൻ്റെ മാത്രം അവിടെ തന്നെ കഴിവ് കേടുകളെ യേശു പരിഹരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഞങ്ങൾ വ്യക്തിപരമായ
അച്ഛനെ ഏതെങ്കിലും സമയത്ത് ഓർക്കാതെ പോയിട്ടുള്ള വിഷയങ്ങൾ എൻ്റെ മക്കൾ ഓർക്കാനുള്ള സമയമാണിത്. വലിയ കൃപയിൽ അഭിഷേകം പെയ്തിറങ്ങുന്ന ദൈവകൃപയുടെ വലിയ നിമിഷങ്ങളിൽ നമ്മൾ അമ്മയുടെ കൂടെ ചേർന്ന് നിന്ന് കർത്താവിൻ്റെ കരം പിടിച്ച് നിൽക്കുന്ന സമയമാണ്. എന്തെങ്കിലും ഓർക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കുക. അച്ഛൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളിപ്പോൾ സ്വയമായിട്ട് ഓർക്കുക, ഓർത്ത് ഈശോയ്ക്ക് സമർപ്പിക്കുക. ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞാൽ മതി. കേസുകൾ, കോടതി കേസുകൾ, അതിൻ്റെ ഡേറ്റുകൾ, പലതരത്തിലുള്ള ഡേറ്റുകൾ നിങ്ങൾ അമ്മയോട് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഓർക്കുക. നിങ്ങളുടെ ഇൻ്റർവ്യൂ ഡേറ്റുകൾ, പരീക്ഷ ഡേറ്റുകൾ, റിസൾട്ട് വരുന്ന ഡേറ്റുകൾ, കയറിപ്പോകുന്ന ഡേറ്റുകൾ, തിരിച്ചു വരുന്ന ഡേറ്റുകൾ. പല രാജ്യങ്ങളും ഷട്ട് ഡൗണിലേക്ക് പോകുന്ന കാരണം അവിടേക്ക് പോകാൻ പറ്റുമോ എന്ന് വിഷമിച്ച് നിൽക്കുന്നവർ അത് സമർപ്പിക്കുക. ഇപ്പോഴേ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ഇപ്പോൾ 10 കൊല്ലമായി. ഒരു കുഞ്ഞു കൂടി വേണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു, ഇപ്പോൾ 10 കൊല്ലമായി, 6 കൊല്ലമായി, അല്ലെങ്കിൽ 12 കൊല്ലമായി. ഒരു കുഞ്ഞ് വേണമെന്ന്, ഒരു കുഞ്ഞു കൂടി വേണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ അമ്മ ആശീർവദിക്കുന്നുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇപ്പോൾ ആശീർവാദി ആശീർവദിക്കുക. കുടുംബങ്ങളെ പ്രാർത്ഥിക്കട്ടെ. എടുത്തവര് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവര്, ടെലിവിഷൻ ചാനലിലൂടെ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, അവർ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. തീരാവ്യാധിയിൽ കഴിയുന്നവര്, രോഗദുരിതങ്ങളിൽ കഴിയുന്നവര്, കടഭാരത്തിൽ കഴിയുന്നവര്, സദാന ഭാഗ്യമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, കോവിഡ് മഹാമാരിയിൽ കഴിയുന്നവര് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി നിറയുകയാണ്. എല്ലാ മാരക രോഗങ്ങളിലേക്ക് ദൈവത്തിന്റെ കൃപ ചൊരിയുകയാണ്. കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. ശിവയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.